നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയ മോക്ക് പോളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് നൽകി വോട്ടിംഗ് മെഷീൻ. കുറഞ്ഞത് 4 വോട്ടിംഗ് യന്ത്രങ്ങൾ ബി.ജെ.പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്ന് എൽ.ഡി.എഫ്, യു.ഡി.എഫ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ പരാതിപ്പെട്ടു. ഇന്നലെ നടത്തിയ മോക്ക് പോളിലാണ് സംഭവം. കാസർഗോഡ് CPM ലോക്സഭാ സ്ഥാനാർത്ഥി MP ബാലകൃഷ്ണന്റെയും യു.ഡി.എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെയും ഏജന്റുമാർ ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ K. ഇൻബാശേഖറിന് പരാതി നൽകി. അശ്വനി ML ആണ് കാസർഗോഡ് ബി.ജെ.പി സ്ഥാനാർത്ഥി. വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ബി.ജെ.പിക്കാണ് വോട്ട് ലഭിക്കുന്നതെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയുടെ ഏജന്റ് മുഹമ്മദ് നാസർ ചേർക്കളം അറിയിച്ചു. കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നം വോട്ടിംഗ് മെഷീനിലെ മറ്റുള്ള ചിഹ്നങ്ങളെക്കാൾ ചെറുതായാണ് കൊടുത്തിരിക്കുന്നതെന്നും അബ്ദുള്ള ചൂണ്ടിക്കാട്ടി. ആദ്യ റൗണ്ടിലുള്ള 1, 8, 139 ബൂത്തുകളിലെ EVM മെഷീൻ സംബന്ധിച്ചാണ് പരാതി ഉയർന്നത്. മോക്ക് പോളിന്റെ ആദ്യ റൗണ്ടിൽ 190 വോട്ടിംഗ് മെഷീനുകളും പരിശോധിച്ചു. 20 മെഷീനുകളാണ് ഒരു സമയം പബ്ലിഷ് ചെയ്തത്. ഒരു യന്ത്രത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ 10 ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷനും ഓരോ തവണ അമർത്തി പരീക്ഷിച്ചപ്പോൾ 4 മെഷീനുകളിൽ ബി.ജെ.പിക്ക് 2 വോട്ട് ലഭിച്ചതായി വ്യക്തമാക്കി. ബി.ജെ.പിയുടെ ചിഹ്നത്തിൽ അമർത്താതിരുന്നപ്പോഴും പാർട്ടിയുടെ കണക്കിൽ 1 വോട്ട് രേഖപ്പെടുത്തി. ഇതേ തുടർന്ന് ഈ മെഷീനുകൾ മാറ്റണമെന്ന് ഏജന്റുമാർ ആവശ്യപ്പെട്ടു. അതേസമയം കാസർഗോഡ് മണ്ഡലത്തിൽ ഇലക്ട്രോണിക് വോട്ടെടുപ്പ് യന്ത്രത്തിന്റെ കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്ക് പോളിൽ ഒരു സ്ഥാനാർത്ഥിക്ക് അധിക വോട്ട് ലഭിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇത് സംബന്ധിച്ച് കാസർഗോഡ് ജില്ലാ കളക്ടറിൽ നിന്ന് റിപ്പോർട്ട് തേടിയിരുന്നു. തിരഞ്ഞെടുപ്പിനായി EVM സജ്ജമാക്കുന്ന പ്രക്രിയയാണ് കമ്മീഷനിങ്. അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ നിന്നുള്ള എഞ്ചിനീയർമാരാണ് ഇത് നിർവഹിക്കുന്നത്. സ്ഥാനാർത്ഥികളുടെയോ സ്ഥാനാർത്ഥി നിയോഗിക്കുന്ന ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് കമ്മീഷനിങ് പ്രക്രിയ നടക്കുന്നത്. ഇത് പൂർണ്ണമായും വെബ്കാസ്റ്റ് ചെയ്യുന്നുമുണ്ട്. കാസർഗോഡ് മണ്ഡലത്തിൽ നടന്ന കമ്മീഷനിങ്ങിന്റെ ഭാഗമായി നടത്തിയ മോക്ക് പോളിനിടെ അധികമായി VVPAT സ്ലിപ്പ് പുറത്തു വന്നതാണ് ആശയക്കുഴപ്പത്തിനിടയാക്കിയത്. യന്ത്രങ്ങൾ സജ്ജമാക്കിയതിനു ശേഷം ഉദ്യോഗസ്ഥർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ പ്രിന്റ് എടുക്കാതിരുന്ന VVPAT സ്ലിപ്പാണ് പിന്നീട് നടന്ന മോക്ക് പോളിനിടെ പുറത്തു വന്നത്. ഈ സ്ലിപ്പിനോട് ടു ബി കൗണ്ട്സ് എന്ന് രേഖപ്പെടുത്തിയിരുന്നു. മറ്റ് VVPAT സ്ലിപ്പിനേക്കാളും നീളം കൂടുതലുള്ള സ്ലിപ്പാണ് ഇത്. പ്രാഥമിക പരിശോധനയ്ക്കുള്ള സ്ലിപ്പാണ് മോക്ക് പോളിനിടെ ലഭിച്ചതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. സംസ്ഥാനത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന മുഴുവൻ വോട്ടെടുപ്പ് യന്ത്രങ്ങളും പൂർണ്ണമായും സുരക്ഷിതവും കുറ്റമറ്റതുമാണെന്ന് യാതൊരു ആശങ്കയും ഉണ്ടാകേണ്ടതില്ലെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.